ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സൂപ്പർ മോം സീരീസ് നിന്ന് ഫെബിയാണ്. അപ്പോൾ നിങ്ങളിൽ പലരും കാത്തിരിക്കുന്നൊരു വീഡിയോ ആണിത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായത് ലക്ഷറി കിച്ചൺ പ്രോഡക്ട്സ് ആണ്. അപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അന്നത്തെ ഡേ ഉണ്ടായിട്ടുള്ള പല മൊമെൻറ്റ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഗിവ് അവേ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ ഗിവ് അവേ വിന്നറിനെ അനൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാം, വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ തന്നെയും. അപ്പോൾ എൻ്റെ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിലൂടെ പറയുക. കമൻറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങളൊരു വിന്നർ ആവാനുള്ള ചാൻസസ് ഉണ്ട്. പല വീഡിയോസിലായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. റാൻഡമായിട്ടായിരിക്കും പിക്ക് ചെയ്യുന്നുണ്ട് ചില സമയത്ത്. അതുകൊണ്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. രാവിലെ എണീച്ച് പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് നോർമൽ റൂട്ടീനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അതിനിടയിലാണ് ഈ ഒരു വീഡിയോ ഒക്കെ എടുത്തിരിക്കുന്നത്, അതായത് നമ്മുടെ ഈ പ്രോഡക്റ്റ് വീഡിയോ. പക്ഷേ കാരണം എന്താ പറയുക, രാവിലത്തെ ആ റൂട്ടീൻസൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു വീഡിയോ, അതായത് ഈ പ്രോഡക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ആഡ് ചെയ്യാന്ന് വെച്ചാൽ ഏകദേശം ഈ ഒരു വീഡിയോൻ്റെ മിഡിലായിട്ടാണ് വരിക. അതുകൊണ്ട് ഞാൻ ആ ഒരു സെക്ഷൻ കുറച്ച് മുൻപോട്ടേക്ക് ആക്കിയിട്ടുണ്ട് എഡിറ്റ് ചെയ്യുമ്പോൾ. എന്നിട്ട് പിന്നെ ആ രാവിലത്തെ റൂട്ടീൻസും കാര്യങ്ങളൊക്കെ ബാക്കിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറേ വെയിറ്റ് ചെയ്യേണ്ടി വരും ഈ ഒരു സെക്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ ഗിവ് അവേ വിന്നറിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കുക്കിംഗ് പോട്ടാണ് ഇപ്പോൾ തൊട്ട് മുൻപ് നിങ്ങൾ കണ്ടിട്ടുണ്ടായത്. കോർക്കുമാസ് ഗ്രാനൈറ്റ എന്ന് പറഞ്ഞ സെറ്റിലുള്ള ഒരു സിംഗിൾ കുക്കിംഗ് പോട്ടാണ് അവർക്ക് കൊടുക്കുന്നത് ഇൻഷാ അല്ലാ. എന്തായാലും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ആ പോട്ട് ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു വീഡിയോയിൽ. അപ്പോൾ ഇതാണ് ആ ഒരു പോട്ട്. അർഹതപ്പെട്ടവർക്ക് തന്നെ കിട്ടണം എന്നുള്ള ആഗ്രഹം എപ്പോഴും ഉണ്ട്. ഇത്തവണയും അങ്ങനെ തന്നെയാണ് കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ലക്ഷറി കിച്ചൺ പ്രോഡക്ട്സിൻ്റെ സെക്കൻഡ് പാർട്ടിലുള്ള ആദ്യത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ലോ പ്രഷർ കുക്കറാണ്. 2 സൈസസിലാണ് ഞാനിതിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് 3.8 ലിറ്റേഴ്സും പിന്നെ 7 ലിറ്റേഴ്സും. രണ്ടും സെയിം കൈൻഡ് ഓഫ് പ്രോഡക്റ്റാണ്, പക്ഷേ സൈസിൽ മാത്രം ആണ് വ്യത്യാസമുള്ളത്. തുർക്കി ബേസ്ഡ് പ്രോഡക്റ്റാണ്. പെർല ഹോം എന്ന് പറഞ്ഞ ബ്രാൻഡാണ് കേട്ടോ. ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ എൻ്റെ വീട്ടിൽ യൂസ് ചെയ്തതിന് ശേഷമുള്ള റിവ്യൂ ആണ് പറയുന്നത്. അപ്പോൾ അൽഹംദുലില്ലാ ഞങ്ങൾ കുറേ നമ്പേഴ്സ് ഇത് ബൾക്ക് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. നാട്ടിൽ റെഡി സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് ഈ ലോ പ്രഷർ കുക്കർ എന്നുള്ളത് അറിയണമല്ലോ അല്ലേ. അതായത് നമ്മുടെ ഒരു നോർമൽ കുക്കിംഗ് പോട്ട് തന്നെ അതിലേക്ക് നമ്മുടെ പ്രഷർ കുക്കറിൻ്റെ ചെറിയൊരു ഫീച്ചറും കൂടി വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, അതാണ് ഈ ഒരു ലോ പ്രഷർ കുക്കർ. അപ്പം അതിനെക്കൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. മറ്റേ ഹൈ പ്രഷർ കുക്കറിൻ്റെ അത്ര റിസ്ക് ഇല്ല. അങ്ങനെയുള്ളൊരു ആക്സിഡൻറ്റ് ഇഷ്യൂസും കാര്യങ്ങളും, അതായത് നമുക്കത് ഹൈ പ്രഷർ കുക്കറിൽ പല ആക്സിഡൻറ്റ് ഇഷ്യൂസും നമുക്ക് കേട്ടിട്ടുണ്ട്. അതായത് അതിൻ്റെ വാൾവ് പൊട്ടിയിട്ട് ഡേഞ്ചറായിട്ടുള്ള പ്രശ്ന ഇഷ്യൂസ് ഉണ്ടാകുന്നതും അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയുള്ള ഒരു റിസ്ക് ഫാക്ടേഴ്സും ഈ ഒരു കുക്കറിന് ഇല്ല കേട്ടോ. അടുത്തൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇത് നോൺ സ്റ്റിക്ക് ആണ്. അതായത് നോൺ സ്റ്റിക്കിയാണ് ഇതിൻ്റെ ഉള്ളിലത്തെ സർഫസ്. PFOA ഫ്രീ ആണ്. അതായത് ഹാംഫുൾ ആയിട്ടുള്ള ഒരു കെമിക്കൽസും ഇതിൻ്റെ കോട്ടിങ്ങിലേക്ക് വരുന്നില്ല. അങ്ങനെ നോക്കുമ്പം ഹെൽത്ത് സേഫാണ് നമുക്ക് ഈ ഒരു ലോ പ്രഷർ കുക്കർ. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു ലോ പ്രഷർ കുക്കർ എന്തിനൊക്കെ യൂസ് ചെയ്യാന്നുള്ളത്. അതായത് ഓവർ കുക്കിംഗ് ആവശ്യമില്ലാത്ത എല്ലാ ഫുഡ് ഐറ്റംസിനും നമുക്ക് ഈ ഒരു ലോ പ്രഷർ കുക്കർ യൂസ് ചെയ്യാം. ബീഫിനൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതായത് അതിനൊക്കെ ടൈം കുറച്ച് കൂടുതൽ എടുത്തായിരിക്കും കുക്ക് ചെയ്ത് കിട്ടുക. പക്ഷേ ബീഫൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഹൈ പ്രഷർ കുക്കറിൽ തന്നെ വെച്ചാലാണ് നന്നാവുക. കാരണം അത്രമാത്രം കുക്കിംഗ് ടൈം ഉണ്ടല്ലോ ബീഫിനൊക്കെ. പക്ഷേ ഈ ഒരു ലോ പ്രഷർ കുക്കറിൽ നമുക്ക് ലെൻറ്റിൽസ്, അതായത് പരിപ്പ് വർഗ്ഗങ്ങൾ, വെജിറ്റബിൾസ്, അതുപോലെ ചിക്കൻ, ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം തന്നെ കുക്ക് ചെയ്തെടുക്കാൻ ഈസിയാണ്. അതായത് നമുക്ക് ഓവർ കുക്കിംഗ് ആവശ്യമില്ലാത്ത എല്ലാ പ്രോഡക്ട്സും ഈ ഒരു ലോ പ്രഷർ കുക്കറിൽ കുക്ക് ചെയ്തെടുക്കാം. ഇതിനൊരു ലോക്കിംഗ് സിസ്റ്റം ഒക്കെ വരുന്നുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ലോക്കിംഗ് സിസ്റ്റത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇത് ലോക്ക് മാറ്റിയിട്ട് എടുത്ത് നമുക്ക് സോട്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ പറ്റും കേട്ടോ. അതായത് ഭയങ്കര ഹൈ പ്രഷർ ഇല്ലാത്തത് കൊണ്ട് തന്നെ അതൊക്കെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഹൈ പ്രഷർ കുക്കറിലാകുമ്പോൾ നമുക്ക് ഫ്ലേവർ റിട്ടൻഷൻ അത് കുറവാണ്. അതായത് നമ്മുടെ നോർമൽ ടേസ്റ്റ് നിലനിർത്തിയിട്ട് അത് കുക്ക് ചെയ്തെടുക്കൽ ഒരു പാടാണ്. അതായത് ചിക്കനൊക്കെ നമ്മൾ കുക്കറിലല്ലാതെ കുക്ക് ചെയ്യുമ്പോഴായിരിക്കും അതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുക.
അപ്പോൾ ആ ഒരു കേസ് നോക്കുകയാണെങ്കിൽ ഫ്ലേവർ റിട്ടൻഷൻ്റെ കാര്യത്തിൽ ലോ പ്രഷർ കുക്കർ അത്രയും നല്ലതാണ്. കാരണം നമുക്കതിൻ്റെ ടേസ്റ്റ് നിലനിർത്തിക്കൊണ്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. വെജിറ്റബിൾസ് എല്ലാം ആണെങ്കിലും നമുക്ക് പെട്ടെന്ന് അടിഞ്ഞു പോകാത്ത രീതിയിൽ ഈസി ആയിട്ട് കുക്ക് ചെയ്തെടുക്കാം. ടൈം ഓവർ കൺസ്യൂമിങ് ഇല്ല, പെട്ടെന്ന് കുക്ക് ചെയ്തെടുക്കാനും പറ്റും, പക്ഷേ വല്ലാതെ അങ്ങ് അടിഞ്ഞു പോവുകയും ചെയ്യില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ സ്പെഷ്യാലിറ്റീസ്. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇത് ഏറ്റവും നമുക്ക് യൂസ്ഫുൾ ആവുക ബിരിയാണിയൊക്കെ വെക്കുമ്പോഴാണ്. ഈ ബിരിയാണി ദമ്മിടുന്ന കാര്യത്തിലൊക്കെ അടിപൊളിയായിരിക്കും. കാരണം ഫ്ലേവർ ലോക്ക് സിസ്റ്റം തന്നെ ഇതിനുണ്ട്. നമ്മൾ ദമ്മിടാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് എല്ലാ സംഭവങ്ങളും സെറ്റ് ചെയ്ത് ഇതങ്ങ് ലോക്ക് ചെയ്ത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ദം ചെയ്ത് എടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഞാൻ 2 സൈസസിലാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. ഒന്ന് കുറച്ച് വലിയ സൈസ്, നമുക്ക് മസാല ആക്കി ബിരിയാണി റൈസ് ആക്കാൻ പാകുന്നുള്ള സൈസ്, എന്നിട്ട് ദം ചെയ്യാൻ പറ്റുന്ന ഒരു സൈസ്. പിന്നെയെന്ന് വെച്ചാൽ മസാല ഉണ്ടാക്കാനുള്ള ഒരു സൈസും. അങ്ങനെ 2 സൈസസിൽ ഒരു കറി പോട്ട് എന്നുള്ള രീതിയിലുള്ള ഒരു സൈസും പിന്നെ ഒരു ബിരിയാണിക്ക് പാകത്തിനായിട്ടുള്ളൊരു കുറച്ച് വലിയ സൈസും. ആ ബിരിയാണിക്ക് പാകത്തിനായിട്ടുള്ള സൈസ് എന്ന് പറയുന്നത് 7 ലിറ്റേഴ്സാണ്. മറ്റേതാണെങ്കിൽ 3.8 ലിറ്റേഴ്സും. രണ്ടും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള സൈസാണ്. അതുപോലെ നല്ല അഫോർഡബിൾ പ്രൈസാണ്. UAE കിട്ടുന്ന ആ സെയിം പ്രൈസ്, ഏകദേശം ആ സെയിം പ്രൈസിന് തന്നെയാണ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാനിതാ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതായത് ഇൻഡക്ഷൻ ബേസാണ്, PFOA ഫ്രീ ആണ്, അതുപോലെ ഹീറ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പോട്ടാണ്. അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ഫ്ലെയിമൊക്കെ കൂടിയാലും ഈ ഒരു പോട്ടിലടിയിൽ സ്റ്റിക്ക് ചെയ്യുമെന്നുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ വരില്ല. അതുപോലെ എനർജി സേവിങ് ആണ്, സ്ക്രാച്ച് ഫ്രീയും കൂടിയാണ്. അപ്പോൾ ഈ ഒരു പോട്ട് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ എന്നെ വന്ന് വാട്സപ്പിലൂടെ കോൺടാക്റ്റ് ചെയ്യുക. വാട്സപ്പ് കോൺടാക്റ്റ് ഡീറ്റെയിൽസും ലിങ്കും എല്ലാം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് കൊടുത്തിട്ടുണ്ട്. വേഗം തന്നെ വന്ന് കോൺടാക്റ്റ് ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ ഓർഡർ കൺഫേം ചെയ്യുക. ബാക്കി പ്രൈസും ഡീറ്റെയിൽസും എല്ലാം തന്നെ ഞാൻ അവിടെ ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ടീ കെറ്റിലാണ് കേട്ടോ. ലൈഫ് സ്മൈൽ എന്ന് പറഞ്ഞ ബ്രാൻഡിലാണ് ഈ ഒരു കെറ്റിൽ വരുന്നത്. ഇതിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിലും യൂസ് ചെയ്യാം, പിന്നെ ഇൻഡക്ഷനിലും യൂസ് ചെയ്യാം. ഗ്രാനൈറ്റിലാണ് ഈ ഒരു പോട്ട് വരുന്നത്. ഇൻഡക്ഷൻ ബേസ് ഉണ്ട്, നല്ല എനർജി സേവിങ് ആയിട്ടുള്ള കെറ്റിലാണ്. മാത്രമല്ല വിസിലോട് കൂടിയിട്ടാണ് കേട്ടോ ഈ ഒരു കെറ്റിൽ വരുന്നത്. അതായത് ഇത് ബോയിൽ ആകുന്ന സമയത്ത് വിസിൽ വരും. പിന്നെന്ന് വെച്ചാൽ ആ വിസിലിൻ്റെ ആ ഒരു പോർഷൻ നമുക്ക് ഒരു ഹാൻഡിലിൽ കൺട്രോൾ ഉണ്ട്, അത് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനുള്ളത്. 2 ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സിലാണ് ഞങ്ങളിവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുള്ളത്. ഒന്ന് മോവ് പിങ്കും പിന്നൊരു ഗ്രേ കളറും. ഇതിൻ്റെ സൈസ് വന്നിട്ട് 3 ലിറ്റേഴ്സാണ് കേട്ടോ. നമുക്ക് UAE കിട്ടുന്ന ആ സെയിം പ്രൈസിന് തന്നെയാണ് ഇവിടെയും പ്രൊവൈഡ് ചെയ്യുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന കമൻറ്റാണ് പ്രോഡക്റ്റ്സ് എല്ലാം ഭയങ്കര ഇഷ്ടമായി, നല്ല ക്വാളിറ്റി ഉണ്ട് കാണുമ്പം, പക്ഷേ നമുക്ക് വാങ്ങാൻ പറ്റില്ല, അഫോർഡബിൾ അല്ല, അതായത് എമൗണ്ട് താങ്ങില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമൻറ്റ്സ് എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇന്ന് കാണിച്ച എല്ലാ പ്രോഡക്റ്റ്സും നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. അങ്ങനെയുള്ള പ്രോഡക്റ്റ്സാണ്. ഇനിയിപ്പം അതും നിങ്ങൾക്ക് അഫോർഡബിൾ അല്ല എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് വേറൊന്നും പറയാനില്ല. എന്നിരുന്നാലും അൽഹംദുലില്ലാ ഞാൻ പ്രതീക്ഷിച്ചതിലും കൂടുതലാണ് എനിക്ക് ഈ ഒരു പ്രോഡക്റ്റ്സിനെല്ലാം കിട്ടുന്ന റെസ്പോൺസ്. എല്ലാം ഇതുവരെ പോസ്റ്റ് ചെയ്ത എല്ലാ പ്രോഡക്റ്റ്സിനും ഒരെണ്ണം പോലും അൽഹംദുലില്ലാ എനിക്ക് ഡെഡ് സ്റ്റോക്ക് ആയിട്ടില്ല. എല്ലാം സോൾഡ് ഔട്ട് ആകുന്നുണ്ട്. വീണ്ടും റീസ്റ്റോക്ക് ചെയ്യുക ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീണ്ടും എൻക്വയറി വരുമ്പം പ്രീ ബുക്കിങ്സൊക്കെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ലാ ഞാൻ ഇത്രയും റെസ്പോൺസ് ഒന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിട്ടില്ല. അപ്പം ഈ അഫോർഡബിൾ അല്ല എന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നതിനേക്കാളും നല്ല നമുക്കിഷ്ടമുള്ള ഒരു പ്രോഡക്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനുള്ള ഒരു എഫേർട്ട് ഇടാം. എന്തെങ്കിലുമായിട്ട് നമ്മൾ നമ്മുടേതായ രീതിയിലൊരു വരുമാനം കണ്ടെത്തുക, വരുമാന മാർഗം കണ്ടെത്തുക, നമ്മുടെ കഴിവ് എന്താണെന്ന് കണ്ടെത്തിയിട്ട് അതിനു വേണ്ടി എന്താ പറയുക പ്രവർത്തിക്കുക. അതാണ് എനിക്ക് പറയാനുള്ള ഒരു ഉപദേശം. ഞാനും നിങ്ങളൊക്കെ പോലെ തന്നെ ഒരു സാധാരണ വീട്ടമ്മ തന്നെയായിരുന്നു. ഒരു ബേസിക് വിദ്യാഭ്യാസം, അതായത് +2 വരെ പഠിച്ചത്. അതിനുശേഷം ഫാഷൻ ഡിസൈനിങ് കോഴ്സ് എടുത്ത് ക്ലോത്തിങ് ബിസിനസ്സിലേക്ക് ഇറങ്ങി. അൽഹംദുലില്ലാ അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെന്ന് വെച്ചാൽ അതിനിടയിലാണ് ഇങ്ങനൊരു ബിസിനസ് ഐഡിയ എൻ്റെ മനസ്സിലേക്ക് വന്നത്. ഇതും എൻ്റെ ഒരു പാഷനിൽ നിന്ന് ഒറിജിനേറ്റ് ആയിട്ടുള്ളൊരു ബിസിനസ്സാണ് കേട്ടോ. അതായത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കൈൻഡ് ഓഫ് പ്രോഡക്ട്സ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ എന്താ പറയുക എക്സ്പ്ലോർ ചെയ്തു, അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചു. അങ്ങനെയാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ പാഷനെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ നമുക്ക് പലതും ചെയ്യാൻ പറ്റും. ഓരോ വ്യക്തികളിലും പഠിച്ചവന് പല കഴിവുകളും കൊടുത്തിട്ടുണ്ട്. ആ കഴിവുകൾ വെച്ചും കൊണ്ട് തന്നെ നമുക്ക് പലതും ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങളുടെ കഴിവ് എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തുക, നിങ്ങളുടെ പാഷൻ എന്താണെന്ന് കണ്ടെത്തുക. എന്നിട്ട് അത് ബേസ് ചെയ്തും കൊണ്ട് എന്തെങ്കിലും ഒരു സംരംഭം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ് ഐഡിയാസ് ഉണ്ടാക്കുക. എന്നിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാം.
അതുകൊണ്ട് അങ്ങനെയുള്ള കമൻസ്, അതായത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി, താങ്ങാൻ പറ്റില്ല, വാങ്ങാൻ പറ്റില്ല എന്ന് പറയുന്നവർ ഇനി അതിനൊന്ന് മാറി ചിന്തിച്ച് നോക്ക്. എന്നിട്ട് ആ ഒരു രീതിയിൽ എന്താ പറയുക, എന്തെങ്കിലും ബിസിനസ് ഐഡിയാസ് കണ്ടെത്തുക. അവരവരെ കഴിവ് തെളിയിക്കുന്ന രീതിയിൽ എന്തെങ്കിലും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവാം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ കഴിവ് ഷോക്കേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യുക. എന്നിട്ട് സെൽഫ് ഡിപ്പെൻഡൻ്റ് ആയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ശ്രമം നടത്താം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ള ഈ 2 പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ വന്ന് കോൺടാക്റ്റ് ചെയ്യുക. വാട്സപ്പ് ലിങ്കും ഡീറ്റെയിൽസും, അതായത് ഫോൺ നമ്പറും ലിങ്കും എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അവിടെ നിന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. നിങ്ങൾ വേണ്ടത് ഇത്ര മാത്രം. നിങ്ങൾക്ക് ആവശ്യമുള്ള സൈസസ് മെൻഷൻ ചെയ്യുക. കുക്കറിൻ്റെ കാര്യത്തിലാണെങ്കിൽ, ഇനിയിപ്പം കെറ്റിലാണെങ്കിൽ കളർ ഏതാണെന്നുള്ളത് മെൻഷൻ ചെയ്യാം. അപ്പോൾ അന്നത്തെ മോർണിംഗിലുള്ള റൂട്ടീൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു വീഡിയോ ഞാൻ ബാക്കിലേക്ക് ഇട്ടിട്ടുണ്ടെന്നുള്ളത് ആ വീഡിയോ ആണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. അന്നത്തെ ദിവസത്തെ കുറച്ച് ഗ്ലിംസസ് ആണ്. അപ്പോൾ രാവിലെ എണീറ്റ് എൻ്റെ മോഡുലാർ കിച്ചണിലുള്ള ഗ്യാസ് സ്റ്റൗ, അത് തലേന്ന് ഞാൻ ഒരു പ്രോഡക്റ്റിൻ്റെ ഷൂട്ട് ഉണ്ടായിരുന്നു കേട്ടോ, നമ്മുടെ ഈസ്റ്റേണിൻ്റെ ഷൂട്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് രാത്രി കുറച്ച് ലേറ്റായി കിടക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഗ്യാസ് സ്റ്റൗ ഒക്കെ അങ്ങനെ തന്നെ വെച്ചിട്ടായിരുന്നുണ്ടായത്. അപ്പോൾ രാവിലെ വന്നിട്ട് ആദ്യം തന്നെ ചെയ്തത് അതിൻ്റെ ക്ലീനിങ് ആയിരുന്നു. വല്ലാണ്ട് വൃത്തിയിടൊന്നും ആയിട്ടില്ല. എന്നിരുന്നാലും എനിക്കിങ്ങനെയുള്ള പിന്നെ അതായത് വീഡിയോ, നമുക്ക് യൂട്യൂബ് വീഡിയോ തന്നെ എടുക്കേണ്ട ഒരു ദിവസമൊക്കെ എനിക്ക് എല്ലാ സാധനങ്ങളും എനിക്ക് എല്ലാം പ്രോപ്പറായിട്ടില്ല നീറ്റായിട്ട് കാണുമ്പോഴാണ് എനിക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാവുക. അതുകൊണ്ട് എല്ലാം നല്ല സെറ്റപ്പാക്കി വെച്ചിട്ട് മാത്രമേ ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇറങ്ങുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് വല്ലാണ്ട് നെഗറ്റീവ് അടിക്കും. അപ്പോൾ അതൊക്കെ ആദ്യം തന്നെ ചെയ്യാണ്. രാവിലെ എണീറ്റ ഉടനെ അത് ഒന്ന് ക്ലീനാക്കി വെച്ചു. അതിന് ശേഷം പോയി ഒരു ചായ ഇട്ടു. ഇപ്പോൾ രാവിലത്തെ ചായൻ്റെ കൂടെ എന്തായാലും ഒരു മുട്ട, 1-2 മുട്ട കഴിക്കും. ആ ഒരു മുട്ട കഴിക്കുമ്പം ഉള്ള ഒരു ഗുണം എന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് നേരത്തേക്കുള്ളൊരു എനർജി അതിൽ ഗെയിൻ ചെയ്യാൻ പറ്റും. മുട്ടൻ്റെ കൂടെ എന്തെങ്കിലും ബിസ്ക്കറ്റ്സ്, 1-2 ബിസ്ക്കറ്റ് അങ്ങനെ അതും കഴിക്കും. അപ്പോൾ ഇപ്പോൾ എന്ന് വെച്ചാൽ കുറച്ചും കൂടിയും ശ്രദ്ധിച്ചിട്ടാണ് ബിസ്ക്കറ്റ്സ് ഒക്കെ ചൂസ് ചെയ്തത് ഇപ്പോൾ കുറച്ചായിട്ട്. കാരണം ഷുഗർ ഫ്രീ ആയിട്ടുള്ള ബിസ്ക്കറ്റ്സ്, അതല്ലെങ്കിൽ മൈദ ഫ്രീ ആയിട്ടുള്ള ബിസ്ക്കറ്റ്സ്, ഇങ്ങനത്തെയൊക്കെ ഇപ്പം നല്ലോണം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ബിസ്ക്കറ്റാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ, ചായൻ്റെ കൂടെ കഴിക്കാൻ. അതുകൊണ്ട് അത് വാങ്ങിച്ചത് ഷുഗർ ഫ്രീ ആയിട്ടുള്ള റസ്ക് അതൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ, വീറ്റ് റസ്ക് ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളത് സ്റ്റോക്ക് ചെയ്തിട്ട് ഈ മുട്ടയും ഈ ഒരു ബിസ്ക്കറ്റ് അല്ലെങ്കിൽ റസ്ക് അങ്ങനെ എന്തെങ്കിലും കഴിക്കും. അത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ പറയുക, കുറച്ച് നേരത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ചെറിയൊരു ഗ്യാപ്പ് കിട്ടും എന്തായാലും. അപ്പോൾ ആ ഗ്യാപ്പിൽ പോയിട്ട് ഞാൻ എന്താക്കും, വർക്കൗട്ട് ചെയ്യും, ചെറിയ രീതിയിൽ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യും. ശേഷം ഡ്രസ്സസ് വാഷിങ്ങിലിടും. ഇപ്പോൾ മെമ്പേഴ്സ് കുറവായതുകൊണ്ട് തന്നെ ഒരുപാട് ഡ്രസ്സസ് ഡെയിലി അലക്കാനൊന്നും ഉണ്ടാവില്ല. ഒരു 3 ദിവസം കൂടുമ്പോഴൊക്കെയാണ് അലക്കുന്നത്. ഇനി ഇൻഷാ അല്ലാഹ് സാറയും അമനും ഒക്കെ വരുന്നുണ്ട് നാട്ടിലേക്ക്. എസ്പെഷ്യലി എൻ്റെ സിസ്റ്റർ മോളുടെ കല്യാണം ഉദ്ദേശിച്ചാണ് അവരൊക്കെ വരുന്നത്. അവളുടെ കല്യാണമുണ്ട് ഈ മാസം 19th, 20th, 21st ഇങ്ങനെ 3 ദിവസമായിട്ട്. അപ്പം നമ്മളൊക്കെ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അതിനുള്ള ഓരോ പ്രിപ്പറേഷൻസാണ്. അതിൻ്റെ ഗ്ലിംസസും കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് വീഡിയോ എടുത്ത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ട്. വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലൂടെ പറയട്ടെ എന്തൊക്കെ വീഡിയോസാണ് വേണ്ടത്. പർച്ചേസും കാര്യങ്ങളും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ഗ്ലിംസസ് ആയിട്ട് ഇടാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഈവൺ കല്യാണത്തിൻ്റെ വീഡിയോ, അതായത് റോ ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇടണം എന്നുള്ള ഉദ്ദേശമുണ്ട്. എല്ലാം നടന്നാൽ നല്ല കാര്യം. അങ്ങനെ വാഷിങ്ങിലെല്ലാം ഇട്ടതിന് ശേഷം വീട് ചെറുതായിട്ടൊന്ന് ഒരുക്കങ്ങളൊക്കെ ചെയ്തു. സാധാരണ അത് ഇനായാണ് ചെയ്യാറ്. എന്നിരുന്നാലും ഞാൻ എൻ്റെതായ ഓരോ കാര്യങ്ങൾ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു. അവൾക്ക് കൊടുത്തൊരു പണിയാണ്. കാരണം ക്ലീനിങ്ങിന് ആരും വരാത്ത ദിവസം റോബോ വാക്യൂം വെച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. അപ്പം അതിന് മുൻപുള്ള സെറ്റ് ചെയ്യലും ബെഡ് വിരിക്കലെല്ലാം അവളുടെ ബെഡൊക്കെ അവൾ തന്നെ വിരിച്ചോളും. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവൾ എണീറ്റിട്ട് ചെയ്യാറാണ്. അവളിപ്പോഴും എണീറ്റിട്ടില്ല കേട്ടോ. അപ്പം ഞാൻ അതിനിടയിൽ പോയിട്ട് എന്തൊക്കെയോ ചില്ലറ കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും വീഡിയോ ഷൂട്ട് ചെയ്യണം ഈ ഒരു പ്രോഡക്റ്റിൻ്റെ, അതായത് നമ്മുടെ ലക്ഷറി കിച്ചൺ പ്രോഡക്ട്സിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യണം. അപ്പോൾ അതിന് മുൻപ് ഫുഡൊക്കെ റെഡിയാക്കി കുളിച്ച് ഡ്രസ്സുമൊക്കെ മാറ്റി വന്നിട്ട് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ എന്തായാലും ഇന്ന് ഈവനിങ്ങിൽ പുറത്ത് പോകാനൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കണക്കിലെടുത്തിട്ടാണ്, ഈവനിങ്ങിലല്ല ആഫ്റ്റർനൂണിന് പുറത്ത് പോകാനുണ്ട്. അപ്പോൾ അതൊക്കെ കണക്കിലെടുത്തും കൊണ്ടുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം കുളിച്ച് ഫ്രഷായി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഷൂട്ടും കഴിഞ്ഞ് നേരെ പുറത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ. അപ്പം അതിനിടയിൽ പോയിട്ട് അരി ഒറോട്ടിയും ചിക്കൻ കറിയും ഉണ്ടാക്കി.
ശേഷം വന്നിട്ട് ഞാൻ എന്തൊക്കെ വർക്കൗട്ട് ചെയ്തു. ഈ ഒരു വർക്കൗട്ട് രാവിലെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര മടിയാവും. എന്നിട്ട് ലേറ്റ് നൈറ്റൊക്കെയാണ് ഞാൻ ചെയ്യുക. പിന്നെ അതുകൊണ്ട് വേഗം ഈ ഒരു ടൈമിൽ നിന്ന് മാക്സിമം ഈ ഒരു ടൈമിൽ തന്നെ ചെയ്ത് തീർക്കാറുണ്ട്. അതിനുശേഷം പോയി ഫ്രഷ് ആയതിനു ശേഷമാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായത്. ഇപ്പോൾ ഫുഡ് കഴിക്കണം. മാത്രമല്ല അന്നത്തെ ദിവസം എനിക്ക് 2 ഡെലിവറി ഉണ്ടായിരുന്നു കേട്ടോ. രണ്ടും കുറച്ച് ദൂരെയാണ് ഡെലിവറി. ദൂരെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണൂർ തന്നെ ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ ഡിസ്റ്റൻസിലൊക്കെ ആയിരുന്നു ഡെലിവറി. അത് സംഭവം എന്ന് വെച്ചാൽ രണ്ടും ഹൗസ് വാമിങ്ങിനുള്ള ഓർഡേഴ്സാണ്. അതായത് എനിക്ക് കൂടുതലും ഈ കുക്കിംഗ് പോട്ട്സൊക്കെ എന്ന് വെച്ചാൽ കൂടുതലും ആൾക്കാർ ഹൗസ് വാമിങ്ങിന് ഗിഫ്റ്റ് ചെയ്യാനൊക്കെ വാങ്ങുന്നുണ്ട് കേട്ടോ. അപ്പം അങ്ങനെയുള്ളതായതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് വേണം. അവരാണെങ്കിൽ എക്സ്ട്രാ ഡെലിവറി ചാർജൊക്കെ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് രണ്ടും അന്നത്തെ ദിവസം ഡെലിവറി ചെയ്യാൻ വെച്ചു. നമുക്ക് ഒരു ഹാഫ് ആൻ അവർ ഡിസ്റ്റൻസും പിന്നെ ഒരു 3/4 മണിക്കൂർ ഡിസ്റ്റൻസ്, അത്ര ഡിസ്റ്റൻസിലാണ് ഈ 2 ലൊക്കേഷൻസും വരുന്നത്. അതിന് ഫുഡ് കഴിച്ചു ശേഷം റോബോ വാക്യൂം ഒന്ന് ഓണാക്കി കൊടുത്തു. അതിനുശേഷം പോയി വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വെച്ചു നമ്മുടെ പ്രോഡക്ട്സിൻ്റെ. റോബോ വാക്യൂം ചെയ്യുന്നതിന് മുൻപ് നമുക്ക് അതിനുള്ള തടസ്സങ്ങളൊക്കെ നീക്കി കൊടുക്കണം. അതായത് മാറ്റ് ഉണ്ടെങ്കിൽ അത് മാറ്റി വെച്ച് കൊടുക്കണം. അതെല്ലാം എന്നുണ്ടെങ്കിൽ അതവിടെ ലോക്കായി പോവും. പിന്നെന്ന് വെച്ചാൽ കേർട്ടൻസൊക്കെ ഒന്ന് മാറ്റിയിട്ട് വെച്ച് കൊടുക്കണം. എന്നാൽ മാത്രം ആ ഭാഗമൊക്കെ ക്ലീൻ ചെയ്യും. ഇല്ലെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് പോയിട്ട് ക്ലീൻ ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. ഞാനിപ്പോൾ റീസെൻ്റ്ലി ആണല്ലോ ഈ ഒരു സംഭവം വാങ്ങി. എന്തായാലും ഇതൊരു എന്താ പറയുക, മനുഷ്യന്മാർ ഓരോ കണ്ടുപിടുത്തങ്ങൾ എന്ന് വിചാരിച്ചിട്ട് പലപ്പോഴും അതിങ്ങനെ നോക്കി നിന്ന് പോകാറുണ്ട്. കാരണം എന്ത് കൃത്യമായിട്ട് എന്ത് മര്യാദയോട് കൂടിയിട്ടാണെന്നറിയാം ഈ ഒരു സംഭവം പോയി ക്ലീൻ ചെയ്തിട്ട് വരുന്നത്. പിന്നെ അതായത് നമ്മൾ മനുഷ്യന്മാർ ചെയ്യുന്ന അതേ ഇതിലല്ലേ പോയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. പലപ്പോഴുമായിട്ട് നോക്കി നിന്ന് പോകാറുണ്ട്. അതിനിടയിൽ പ്രോഡക്ട്സിൻ്റെ ഷൂട്ടിങ് കഴിഞ്ഞു. ഇനായ എണീറ്റിട്ട് അവളുടെ ചായ കൂടി തുടങ്ങിയിട്ടുണ്ട്. ചായയും ബിസ്ക്കറ്റ്സൊക്കെ കഴിച്ച് അതിൻ്റെ പിന്നാലെ തന്നെ ഞാൻ പറഞ്ഞു പോയിട്ട് ഫുഡ് കഴിച്ചോളണം. കാരണം ഓൾറെഡി ലേറ്റ് ആയിട്ടാണ് അവൾ എഴുന്നേറ്റത്. അങ്ങനെ ഞങ്ങൾ ഉച്ച കഴിഞ്ഞ് ലഞ്ച് എനിക്ക് തലേത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അന്ന് ലഞ്ച് പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിട്ടില്ല. അപ്പോൾ കോർക്മാസിൻ്റെ ഗ്രാനൈറ്റാന്ന് പറഞ്ഞ സെറ്റും പിന്നെ പെർല ഹോമിൻ്റെ ഒരു സെറ്റുമായിരുന്നു അന്നത്തെ ഡെലിവറി. രണ്ടും വണ്ടിയിലെടുത്ത് വെച്ചു. അങ്ങനെ ഞങ്ങൾ പോയി. ഒന്ന് തില്ലങ്കേരി എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു കേട്ടോ ഡെലിവറി. അത് ഒരു മലയോര പ്രദേശമാണ് കേട്ടോ. ഞാനും ഇനായും എൻജോയ് ചെയ്തിട്ടാണ് ആ ഒരു റൂട്ടിലേക്ക് പോയത്. ഞാൻ ഇതുവരെ പോകാത്ത റൂട്ടാണ്. ഞങ്ങൾക്ക് ആകെ ഹാഫ് ആൻ അവർ ഡിസ്റ്റൻസേ ഉള്ളൂ. എന്നിരുന്നാലും അറിയാത്തൊരു റൂട്ടിലേക്ക് പോകുമ്പം ഒരു എക്സൈറ്റ്മെൻറ്റ് കൂടുതലാണല്ലോ. ഒരു ഭയങ്കര മലയോര പ്രദേശം, കുന്നും മലയും ഒക്കെ ഉള്ളൊരു ഏരിയ ആയിരുന്നു. അങ്ങനെ അവിടെ പോയി ആദ്യം അത് ഡെലിവറി ചെയ്തു. അതിനുശേഷം പിന്നെ വേറൊരു സ്ഥലത്ത് മേക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്തും ഡെലിവറി ഉണ്ടായിരുന്നു. അതും ചെയ്തു. എന്തായാലും ഞാനും അവളും നല്ല എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് ആ ഒരു ഡ്രൈവൊക്കെ പോയത്. ഇടയ്ക്ക് കയറി എവിടെ നിന്നോ കയറി ഫുഡൊക്കെ കഴിച്ചു. അങ്ങനെ ഇത്രയൊക്കെയാണ് അന്നത്തെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. ഈ വീഡിയോൻ്റെ എൻഡിലായിട്ട് നമ്മുടെ ഗിവ് അവേ വിന്നറെ കൂടി അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിന്നർ ആരാണെന്ന് ഞാൻ ക്ലിയർ ആയിട്ട് അവിടെ കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളാണ് ആ വിന്നറെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത ആ ഒരു അക്കൗണ്ടിൽ നിന്ന് തന്നെ എനിക്ക് ഈ ഒരു വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളാണ് ആ ഒരു അക്കൗണ്ടിൻ്റെ ഓണറെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് അവിടെ കമൻറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത് കേട്ടോ. അതിനുശേഷം നിങ്ങൾ എന്നെ വന്നിട്ട് വാട്സപ്പിലൂടെ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഗിവ് അവേ വിന്നറിന് സെലക്ട് ചെയ്യാണ് കമൻറ്റ് പിക്കറിലൂടെയാണ് സെലക്ട് ചെയ്യുന്നത്. സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമാണ്, അതായത് അങ്ങനെയുള്ളവരെ മാത്രം ചൂസ് ചെയ്യാനാണ് ഞാൻ അവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് കേട്ടോ. കാരണം നമ്മൾ സബ്സ്ക്രൈബർ അല്ലാത്ത ഒരാൾക്ക് നമ്മൾ എന്താ പറയുക ഗിഫ്റ്റ് കൊടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഞാൻ ലിങ്ക് എടുത്തത് ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ക്ലിക്ക് ചെയ്ത് കൊടുത്തു. മുർഷിദ ഷാഹിദ് N4K ഇവരാണ് ഇന്നത്തെ നമ്മുടെ ഗിവ് അവേ വിന്നർ. ഗ്രാനൈറ്റ, അതായത് കോർക്മാസ് ഗ്രാനൈറ്റ കുക്ക് പോട്ടാണ് നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് കിട്ടാൻ പോകുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ വന്ന് കോൺടാക്റ്റ് ചെയ്യട്ടോ. അപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇൻഷാ അല്ലാഹ് വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. അൻറ്റിൽ ദെൻ ടേക്ക് കെയർ. താങ്ക് യു.